നമസ്കാരം, ഞാൻ ബൈജു അന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വീണ്ടും ഹ്യുണ്ടായ് വെന്യൂ ആണ്. ഈ വീണ്ടും ഹ്യുണ്ടായ് വെന്യൂ എന്ന് പറയാൻ കാരണം 2 തവണ നമ്മുടെ വീഡിയോയിൽ വെന്യൂ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ആദ്യത്തേത് വോക്ക് അറൗണ്ട് ആയിരുന്നെങ്കിൽ രണ്ടാമത്തേത് ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ മോഡലിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഈ സെഗ്മെൻറ്റിൽ അധികം ഒന്നും കണ്ടുവരാത്ത ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. ചെറിയ വാഹനങ്ങളിൽ ഡീസൽ എഞ്ചിൻ തന്നെ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഡീസൽ ഓട്ടോമാറ്റിക് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് ഏറ്റവും പുതിയ ഹ്യുണ്ടായ് വെന്യൂവിൽ. ഹ്യുണ്ടായ് എന്നാണ് പറയേണ്ടത്. ഇതിൻ്റെ ഒരു സഹോദരൻ എന്ന് വിളിക്കാവുന്ന കിയ സോണറ്റിൽ നേരത്തെ തന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. പക്ഷേ സോണറ്റ് ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് ഒന്നും അടുത്ത കാലത്ത് വരാത്തതുകൊണ്ട് അല്പം പിന്നിലായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വെന്യൂവിൻ്റെ ഫേസ് ലിഫ്റ്റിൽ ഗംഭീരമായ ഡീസൽ ഓട്ടോമാറ്റിക് വന്നിരിക്കുകയാണ്. ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് 1.5 ലിറ്റർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ്. 116 bhp ആണ്. അതോടൊപ്പം ഇതിനെ ചലിപ്പിക്കുന്ന ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമാണ്. മൈലേജ് 18 കിലോമീറ്ററാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡീസൽ ഓട്ടോമാറ്റിക് വെന്യൂവാണ് നമ്മളിന്ന് ഓടിച്ചു നോക്കാൻ പോകുന്നത്. പിന്നെ ഹ്യുണ്ടായ് വെന്യൂവിൽ വന്നിരിക്കുന്ന എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ മാറ്റങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ചെറുതായിട്ടൊക്കെ നമുക്ക് ഈ എപ്പിസോഡിലും പറയാം. പക്ഷേ നമ്മൾ ഓടിച്ചു നോക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ അത്രയും ഗംഭീരമായ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ ചെറിയ കുടുംബങ്ങളെയൊക്കെ സംബന്ധിച്ച് നല്ല മൈലേജ് കിട്ടുന്ന ഡീസൽ എഞ്ചിനും അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ രണ്ടും കൂടി എങ്ങനെയാണ് ഈ വാഹനത്തെ ചലിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓടിച്ചിട്ടാകാം ബാക്കി കാര്യം. ഡീസൽ ഓട്ടോമാറ്റിക്കുകളൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഡീസൽ ഓട്ടോമാറ്റിക് വളരെ ചെറിയൊരു വാഹനത്തിൽ ഓടിക്കുമ്പോൾ നല്ല രസമുണ്ട്. നമ്മളിപ്പോൾ 2 തവണയാണ് ഹ്യുണ്ടായ് വെന്യൂ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നൊരു വോക്ക് അറൗണ്ട് വീഡിയോയും മറ്റൊന്ന് ടർബോ പെട്രോൾ എഞ്ചിനോട് കൂടിയ മോഡലുമായിരുന്നു. അപ്പോൾ ഈ ടർബോ പെട്രോൾ എഞ്ചിനൊക്കെ ഓടിച്ചിട്ട് നമ്മൾ ഡീസലിലേക്ക് കയറുമ്പോൾ ഒരു വലിയ വ്യത്യാസമുണ്ട്. അത് പ്രധാനമായിട്ടും സൗണ്ടാണ്. ഈ ഡീസൽ എഞ്ചിൻ്റെ ഒരു സൗണ്ടും ഒരു ഹുങ്കാര ശബ്ദം ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഉണ്ട്. വളരെ സ്മൂത്തായിട്ടുള്ളൊരു ഡ്രൈവ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വാഹനമല്ല ഡീസൽ എഞ്ചിനുള്ള വാഹനം എന്നുള്ളതിന് സത്യമാണ്. എങ്കിൽ പോലും മൈലേജ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും വളരെ കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെട്രോൾ മോഡലിനും കമ്പനി പറയുന്നത് 17 ആയിരിക്കും, ഡീസലിനും പറയുന്നത് 17 ആയിരിക്കും. പക്ഷേ പെട്രോളിന് ഒരിക്കലും 17 കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. പക്ഷേ ഡീസലിന് 17 കൂടുതൽ കിട്ടും മര്യാദയ്ക്ക് ഓടിച്ചാൽ എന്നുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ചെറിയ ഫാമിലി ആണെങ്കിൽ പോലും ഡീസലിലേക്ക് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. കൂടുതൽ ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡീസലിലേക്ക് പോകും. പഴയൊരു കണക്കനുസരിച്ച് മാസം 3000 കിലോമീറ്ററെങ്കിലും ഓടുന്നുണ്ടെങ്കിൽ മതി ഡീസൽ എന്നാണ് പറഞ്ഞ് കേട്ടിരുന്നത്. അതിന് വലിയ കണക്കുകളാണത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്കൊന്നും അങ്ങനെ അല്ലെങ്കിൽ പോലും ഡീസൽ വാങ്ങിക്കുന്നത് തെറ്റില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വില എന്ന് പറയുന്നത് അങ്ങനെ വളരെ കൂടുതലൊന്നും അല്ല. സ്ഥിതിക്ക് ഡീസൽ ഓട്ടോമാറ്റിക് വാങ്ങിച്ചാലും പ്രശ്നമൊന്നുമില്ല. മറ്റൊരു കാര്യമുള്ളത്, എപ്പോഴും ഡീസൽ വാഹനങ്ങളെ പറ്റി നമ്മൾ കരുതിയിരുന്നത് ഇതിന് വലിയ മെയിൻ്റനൻസ് കോസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യമാണ്. പക്ഷേ അതൊക്കെ പഴയ കാലത്തെ ഡീസൽ എഞ്ചിനുകളുടെ കാര്യത്തിലാണ്. പുതിയ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമേ ഇല്ല. ഡീസൽ എഞ്ചിനുകൾക്കും നമ്മളെ അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലില്ല. അങ്ങനെ വന്നിപ്പോൾ ഹ്യുണ്ടായുടെയും കിയയുടെയും ഒക്കെ വാഹനങ്ങളിൽ മാത്രമായിട്ട് ഡീസൽ എഞ്ചിൻ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സ്കോഡ പൂർണ്ണമായിട്ടും, ഫോക്സ്വാഗൺ ഗ്രൂപ്പ് പൂർണ്ണമായിട്ടും ഡീസലിൽ നിന്ന് പിന്മാറിയെങ്കിൽ പോലും ഇപ്പോൾ അടുത്ത കാലത്ത് സ്കോഡ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒക്ടേവിയ വരുമ്പോൾ ഡീസൽ ഉണ്ടാകുമെന്നുള്ള കാര്യം. അപ്പോൾ എവിടെയൊക്കെയോ ഡീസലിന് ആവശ്യക്കാരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തന്നെയല്ല, ഹ്യുണ്ടായൊക്കെ ഇത്രയും R&D ഒക്കെ ഇത്രയും ചിലവഴിച്ചൊരു ഡീസൽ എഞ്ചിൻ വീണ്ടും ഈ ചെറിയ വാഹനങ്ങൾ അത് ഓട്ടോമാറ്റിക് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഡീസലിന് തീർച്ചയായിട്ടും ആവശ്യക്കാരുണ്ടെന്നുള്ള കാര്യമാണ്. എന്തായാലും ഡീസൽ വാഹനങ്ങൾ അങ്ങനെ ഒഴിവാക്കി നിർത്തേണ്ട കാര്യങ്ങളല്ല എന്നുള്ളത് നമുക്ക് വീണ്ടും പറഞ്ഞിരുന്നത് ഹ്യുണ്ടായും കിയയും ഒക്കെയാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിലേക്ക് വരാം. ഇതിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇതല്ല, ടോർക്ക് കൺവേർട്ടറാണ്. ഈ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കാണ് എപ്പോഴും ഡീസൽ എഞ്ചിനുകളുമായിട്ട് കൃത്യമായിട്ട് സിങ്ക് ആകുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ ഡീസൽ ഓട്ടോമാറ്റിക്കുകളിൽ എപ്പോഴും കാണുന്നത് ഈ ഒരു ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണിത്. വളരെ സീംലെസ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റുകളൊക്കെയാണ്. സൗണ്ട് എന്ന് പറയുന്നത്, എൻജിൻ സൗണ്ട് എന്ന് പറയുന്നത് തുടക്കത്തിൽ തീർച്ചയായിട്ടും ഒരല്പം ഉണ്ട് എന്ന് നമുക്ക് തോന്നുമെങ്കിലും പിന്നീട് വളരെ റിഫൈൻഡ് ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പം ഏറ്റവും മികച്ച, ഏറ്റവും നിശബ്ദ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡീസൽ എഞ്ചിനുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഹ്യുണ്ടായുടെയാണ്. ഹ്യുണ്ടായുടെ പെട്രോൾ എഞ്ചിനുകൾക്ക് മൈലേജ് വളരെ കുറവാണെങ്കിലും ഡീസലിനാണെങ്കിൽ നല്ല മൈലേജുമുണ്ട്. ഈ കോമൺ റെയിൽ ഡീസൽ ടെക്നോളജി ആദ്യമായിട്ട് കൊണ്ടുവന്ന ഹ്യുണ്ടായാണ്. ഞാൻ പണ്ട് ആ കാലത്ത് ഞാൻ മാതൃഭൂമിയിൽ ടോപ്പ് ഗിയർ എന്ന കോളം എഴുതിക്കൊണ്ടിരുന്ന കാലമാണ്. അന്ന് ഹ്യുണ്ടായി ചെന്നൈയിൽ വെച്ചാണ് ആദ്യമായിട്ട് കോമൺ റെയിൽ ഡീസൽ എഞ്ചിൻ കൊണ്ടിരുന്നത്. അപ്പം അന്ന് എന്നെയൊക്കെ വിളിച്ചു, നമ്മളൊക്കെ ചെന്നൈ പോയി. അന്ന് ആദ്യമായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു സ്റ്റേജിൽ ഈ വാഹനം നിർത്തിയിട്ട് ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വളരെ നിശബ്ദമായ എഞ്ചിൻ. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഡീസൽ എഞ്ചിൻ എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള അംബാസഡറിൻ്റെ എഞ്ചിനാണല്ലോ, ആ ശബ്ദവും ബഹളമൊക്കെ ആണല്ലോ. പക്ഷേ ഇത് വളരെ നിശബ്ദമായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഒരു ഡീസൽ എഞ്ചിനുകളിൽ ഒരു വിപ്ലവം കൊണ്ടുവരാൻ ഹ്യുണ്ടായ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഏറ്റവും പുതിയ വെന്യൂ വന്നു കഴിഞ്ഞപ്പോൾ എഞ്ചിനുകളിലൊന്നും വ്യത്യാസം സംഭവിച്ചിട്ടില്ല. ഒന്നൊരു 1.2 ലിറ്റർ 4 സിലിണ്ടർ ഇപ്പോൾ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. അത് 83 bhp ആണ്. അത് 5 സ്പീഡ് മാനുവൽ മാത്രമേ ഉള്ളൂ എൻ്റെ ട്രാൻസ്മിഷൻ. എന്നാൽ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ തവണ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത്. അത് 120 bhp ആണ്. അതിന് 6 സ്പീഡ് മാനുവലുണ്ട്, 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കും ഉണ്ട്. പിന്നെയുള്ള നമ്മളിപ്പോൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. അത് 116 bhp ആണ്. 250 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും അതോടൊപ്പം തന്നെ 6 സ്പീഡ് മാനുവലും ഇതിനുണ്ട്. മറ്റൊരു കാര്യം, ഈ വാഹനത്തിൻ്റെ സഹോദരൻ എന്ന് വിളിക്കാവുന്ന കിയയുടെ സോണറ്റിൽ നേരത്തെ തന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. വളരെ കാലത്തിന് ശേഷമാണ് അത് വെനുവിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഹ്യുണ്ടായി ആലോചിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിൽ അങ്ങനെ ഡീസൽ ഓട്ടോമാറ്റിക് അത്ര പോപ്പുലർ ഒന്നുമില്ല. പക്ഷേ അത് പോപ്പുലറാക്കി എടുക്കാൻ തന്നെയാണ് ഹ്യുണ്ടായുടെ തീരുമാനമെന്ന് തോന്നുന്നു. കാരണം ഈ സെഗ്മെൻറ്റിലെ മറ്റ് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന 2 വാഹനങ്ങളായ നെക്സോണിലും അതുപോലെ തന്നെ XUV 3XOയിലും ഉള്ളത് AMT ഗിയർ ബോക്സ് ആണ്. AMT ഗിയർ ബോക്സ് ഡീസൽ കൂടി വരുമ്പോഴത്തേക്കും അത്ര നല്ലൊരു കോമ്പിനേഷനായിട്ട് നമുക്ക് കണക്കാക്കാനാവില്ല. പക്ഷേ മൈലേജിൻ്റെ ഒന്നും കാര്യത്തിൽ വലിയ കോംപ്രമൈസ് സംഭവിക്കാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ AMTയിൽ അവർ നിലനിർത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു 2000 RPM തൊട്ട് തന്നെ ഈ ഒരു എൻജിൻ വളരെ പവർഫുള്ളായിട്ട് നമ്മളെ അങ്ങനെ ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന രീതിയാണ്. വളരെ തുടക്കത്തിൽ മാത്രം ഒരു ഇത്തിരി ഡള്ളായിട്ടൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുമെങ്കിലും അതിനുശേഷം വളരെ സ്മൂത്താണ്. എന്ന് തന്നെയല്ല, നമ്മൾ ആക്സിലേറ്റർ അങ്ങോട്ട് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ പോക്കാണ്. ഒറ്റ പോക്കെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാൻ കാര്യം മറ്റൊന്നുമല്ല, ഈ ഒരു AMT ഗിയർ ബോക്സ് ആണല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട എതിരാളികൾക്കെല്ലാം ഉള്ളത്. അപ്പോൾ അവരുടെ കാര്യത്തിൽ, അത്തരം വാഹനങ്ങളുടെ കാര്യത്തിൽ ഈ ചവിട്ടി പിടിക്കും തോറും, അതായത് കൂടുതൽ ആക്സിലേറ്റർ കൊടുക്കും തോറും വണ്ടി കൂടുതൽ ഡള്ളാകും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇതൊരു പ്രോപ്പർ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഡൾനെസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുകയില്ല. അതൊരു കാര്യം. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് പെർഫോമൻസ് ആണ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നത് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലേക്ക് തന്നെയാണ്. അതിന് 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക്കും ഉണ്ടല്ലോ. ഇനി മൈലേജിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ളത് ഈ ഒരു മോഡലിൻ്റെ മാനുവലിനാണ്. ഡീസൽ മാനുവലാണ് ഏറ്റവും മൈലേജ്. അത് 20.99 km/ലിറ്ററാണ്. പക്ഷേ നിങ്ങൾ അതിൽ കൂടുതൽ പോലും കിട്ടാൻ സാധ്യതയുണ്ട് ഡീസൽ മാനുവലിൽ മര്യാദയ്ക്ക് ഓടിച്ചാൽ. എന്നാൽ ഡീസൽ ഓട്ടോമാറ്റിക്കിന് 17.9 കമ്പനി പറയുന്ന മൈലേജ്. അത് ഏതാണ്ട് 18 കിലോമീറ്റർ എന്ന് പറയാം. പെട്രോളിന് പോലും മോശം മൈലേജ് അല്ല കമ്പനി പറയുന്നത്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡിൻ്റെ മാനുവൽ ഗിയർ ബോക്സിന് 18.5 കിലോമീറ്റർ മൈലേജ് പറയുന്നുണ്ടെങ്കിൽ 1 ലിറ്റർ ടർബോയുടെ മാനുവലിന് 18.74 കിലോമീറ്ററാണ് മൈലേജ് പറയുന്നത്. കഴിഞ്ഞ നമ്മൾ ഓടിച്ച ടർബോ DCTക്ക് ഏതാണ്ട് 20 കിലോമീറ്റർ മൈലേജ് പറയുന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞത് ഡീസലിന് ഒരു പറയുന്ന മൈലേജ് കിട്ടും, പെട്രോളിന് പറയുന്ന മൈലേജ് കിട്ടില്ല. അതാണ് നമ്മൾ വർഷങ്ങളായി കണ്ടുവരുന്ന കാര്യം. ഇനി നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഡീസൽ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പെർഫോമൻസ് വേണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ഷൻ ആയാലും അതുപോലെ ഡ്രൈവ് മോഡുകളായാലും ഒക്കെ ഒന്ന് മാറ്റിയിടാം. സ്പോർട്ട് എന്ന് പറയുന്ന മോഡിലേക്ക് ഞാൻ ഇപ്പോൾ ഒന്ന് മാറ്റിയിടുമ്പോൾ തന്നെ റെഡായി നമ്മുടെ ഈ ഒരു മീറ്റർ കൺസോളൊക്കെ റെഡായി കഴിഞ്ഞു. അതായത് വരുന്നു പെർഫോമൻസ് എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെയാണോ, തുടക്കത്തിൽ ഒരു എരപ്പ് എന്നൊക്കെ പറയുന്ന കോട്ടയം ഭാഷ പറഞ്ഞ ഒരു എരപ്പൊക്കെ ഉണ്ടെങ്കിലും അതിനുശേഷം വളരെ സ്മൂത്താണ്. ആ ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ രസകരമാണ്. 6th കഴിഞ്ഞു. അപ്പോഴത്തേക്ക് 80 കിലോമീറ്ററായി. സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം പെർഫോമൻസ് അങ്ങനെ മോശമൊന്നും പറയാനില്ല. പെട്രോൾ എഞ്ചിനുകളുടെ ആ ഒരു സ്മൂത്ത്നെസ് തുടക്കത്തിൽ അല്പം കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള സസ്പെൻഷൻ ഇതിപ്പോൾ ഡീസൽ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിൻ ആകുമ്പോഴത്തേക്കും വാഹനത്തിന് അല്പം വെയിറ്റ് കൂടുതലുണ്ടാവും. അതനുസരിച്ച് സസ്പെൻഷൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഒരല്പം സ്റ്റിഫാണ് സസ്പെൻഷൻ തോന്നുന്നു. ഒരുപക്ഷെ പുതിയ വാഹനമായതുകൊണ്ടായിരിക്കാം. മറ്റൊരു കാര്യമുള്ളത്, i20 ഉണ്ടായിരുന്ന ഇതേ എഞ്ചിൻ തന്നെയാണെങ്കിലും ഈ വാഹനത്തിന് അല്പം കൂടി വെയിറ്റ് കൂടുതലുണ്ട്. ഒരു പ്രോപ്പർ SUV ആയതുകൊണ്ട് അല്പം കൂടി വെയിറ്റ് കൂടുതലുണ്ട്. എങ്കിലും അതൊന്നും ഒരു പെർഫോമൻസിനെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നില്ല. എന്തായാലും 3 ഡ്രൈവ് മോഡുകളാണ്. അതിൽ നമ്മളിപ്പോൾ ഇട്ടിരുന്നത് സ്പോർട്ട് ആണെങ്കിൽ ഇക്കോ ഉണ്ട്, നോർമൽ ഉണ്ട്. ഇതുകൂടാതെ ട്രാക്ഷൻ മോഡുകളുണ്ട്. ട്രാക്ഷൻ സ്നോ, മഡ്, സാൻഡ്. ഇതൊരു 4x4 വാഹനമൊന്നും അല്ലെങ്കിൽ പോലും ഈ ട്രാക്ഷൻ മോഡുകളെന്ന് പറയുന്നത് ഒരു SUV ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മല കയറണമെങ്കിൽ അതിന് വേണ്ട സഹായം തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇതൊന്നും കൂടാതെ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു പ്രോപ്പർ SUV, നല്ല സീറ്റിംഗ് പൊസിഷനാണ്. അതുപോലെ തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട്. അത്ര എല്ലാ കാര്യങ്ങളിലും വെന്യൂ വളരെ മുന്നിലാണ്. പിന്നെ വളരെ പ്ലസൻ്റായ ഇൻറ്റീരിയർ ആയതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ. അപ്പോൾ എന്തായാലും ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് മാറ്റി നിർത്തേണ്ട ഒരു സാധനമല്ല. ഡീസൽ എഞ്ചിനുകൾ പൊതുവെ മാറ്റി നിർത്തേണ്ട കാര്യമല്ല. കാരണം മൈലേജ് തീർച്ചയായിട്ടും കൂടുതലുണ്ട്. പിന്നെ എല്ലാ കാലത്തെയും കൺസേൺ ആയിരുന്ന ഈ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് അതൊന്നും ഇപ്പോൾ കാര്യമായ രീതിയിൽ ഡീസൽ എഞ്ചിനുകൾക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ചെറിയ വാഹനത്തിൽ ഡീസൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ മൈലേജ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ ഓടിക്കുന്ന ശൈലിക്കനുസരിച്ച്
മൈലേജ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ എക്കണോമിക്കലായിരിക്കും. എന്നാൽ വിലയൊന്നും വളരെ കൂടുതലുമില്ല ഈ വാഹനത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ചെറിയ കുടുംബങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു ഡീസൽ എഞ്ചിനാണ് ഇതിലുള്ളത്. ഡീസൽ മോഡൽ ഗംഭീരമാണ്. പിന്നെ വേണ്ട സേഫ്റ്റിയാണല്ലോ. സേഫ്റ്റി കാര്യത്തിൽ ഹ്യുണ്ടായി എപ്പോഴും വളരെ മുന്നിലാണ്. കാരണം എല്ലാ തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും കൊടുക്കാറുണ്ട്. ലെവൽ 2 ADAS ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു ചെറിയ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. 6 എയർ ബാഗുകൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, കൂടാതെ 21 സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന ജനുവരിയിൽ ഭാരത് എൻക്യാപ്പിൽ ഈ വാഹനം കൊടുക്കുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് നമുക്ക് റേറ്റിംഗ് അറിയാൻ പറ്റും. എങ്കിൽ പോലും ADASിൻ്റെ ലെവൽ 2ഉം 6 എയർ ബാഗും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തരക്കേടില്ലാത്ത നിർമ്മാണ നിലവാരമൊക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രൈവിങ് കഴിഞ്ഞു. ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല. ഒരു ഡീസൽ എൻജിൻ ഓടിച്ചിട്ട് കുറച്ച് കാലമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ രസം വേറെയുണ്ട്. മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 2019 ആദ്യമായിട്ട് ഹ്യുണ്ടായി വെന്യൂ വിപണിയിലെത്തിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ 7 ലക്ഷം യൂണിറ്റുകളാണ് വെന്യൂവിൻ്റെ വിറ്റഴിഞ്ഞത്. എന്ന് തന്നെയുമല്ല, ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ ഹ്യുണ്ടായി പോലും ഞെട്ടിപ്പോയി. ഫസ്റ്റ് ഡേ തന്നെ 72,000 ബുക്കിങ്ങുകൾ കിട്ടിയെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ സവിശേഷത. എന്താണ് ഈ ഒരു വാഹനത്തെ ജനപ്രിയമാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇതിൻ്റെ കോമ്പാക്റ്റ് ആയിട്ടുള്ള രൂപം, മറ്റൊന്ന് ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഒരു ആധിക്യം, 3 തരക്കേടില്ലാത്ത രീതിയിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാവുന്നത്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു നഗരങ്ങളിലെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കോമ്പാക്റ്റ് എസ്യുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോഴാണ് ഡീസലിൻ്റെയും പ്രാധാന്യം എനിക്ക് തോന്നുന്നത്. കാരണം പെട്രോൾ എഞ്ചിനുകളെന്ന് പറയുന്നത് എപ്പോഴും മൈലേജ് കുറച്ച് തരുന്ന എഞ്ചിനുകളാണ്. പക്ഷേ ഡീസൽ എഞ്ചിനുകൾക്ക് മൈലേജ് എപ്പോഴും കൂടുതലുണ്ട്. അതോടൊപ്പം ഇല്ലാതിരുന്നൊരു കാര്യം കൂടി ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. എപ്പോഴും നഗരത്തിരക്കിൽ ഓട്ടോമാറ്റിക് തന്നെയാണ് നല്ലത്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട എതിരാളികൾക്കെല്ലാം ഉണ്ടായിരുന്നത് AMT ഗിയർ ബോക്സ് ആണെങ്കിൽ ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ രൂപഭാവങ്ങളിലൊക്കെ കുറച്ചുകൂടെ ആധുനികമായിട്ടുണ്ട്. എപ്പോഴും ഹ്യുണ്ടായുടെ വാഹനങ്ങൾ ആധുനികം തന്നെയാണെങ്കിൽ പോലും കുറച്ചുകൂടി ഫീച്ചേഴ്സൊക്കെ വർദ്ധിച്ചു. പിന്നെ കാഴ്ചയിൽ കുറച്ചുകൂടി ക്യാരക്ടർ വന്നു. അത്തരം മാറ്റങ്ങളൊക്കെയാണ്. അതെല്ലാം വളരെ വിശദമായി കഴിഞ്ഞോണം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും LED ഹെഡ്ലാമ്പ് അടക്കമുള്ള കാര്യങ്ങളും പുതിയ DRL വന്നിരിക്കുന്നു. മുൻഭാഗത്ത് കുറച്ചുകൂടി ഭംഗിയുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. സൈഡ് പ്രൊഫൈലാണെങ്കിലും 16 ഇഞ്ച് ടയേഴ്സാണ് കാണുന്നത്. പക്ഷേ ഇത് എൻലൈൻ എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ 17 ഇഞ്ച് ആകുമെങ്കിൽ പോലും ഇതിൽ 16 അതോടൊപ്പം തന്നെ എയറോ വീലാണ് വന്നിരിക്കുന്നത്. നേരത്തെ പ്രോപ്പറായിട്ട് അലോയ് വീലായിരുന്നെങ്കിൽ ഇപ്പോൾ എയറോ വീൽ എന്ന് പറഞ്ഞ് നമ്മൾ EVകൾ കാണുന്ന ടൈപ്പ് വീലാണ് വന്നിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിൽ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് പറയാനില്ല. ഇവിടെ ഈ ഒരു വ്യത്യസ്തമായ നിറത്തോടു കൂടിയുള്ള ഗ്രാബ് റെയിൽ മേൽഭാഗത്ത് കാണാം. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റം പ്രധാനമായിട്ടും പറയുന്നതാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുന്നത്, ഇപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഒരു ചൈനീസ് ലുക്ക് അതിനുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എനിക്കിപ്പോഴും അങ്ങനെ തന്നെ തോന്നുന്നു. പിൻഭാഗത്തും കാര്യമായ മാറ്റങ്ങൾക്കാണ് വിധേയമായിരിക്കുന്നത്. വലിയ നീണ്ട LED സ്ട്രിപ്പ് പോലുള്ള കാര്യങ്ങളും അതുപോലെ താഴെ കാണുന്ന ഈ ഒരു ആഷ് നിറമുള്ള ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ മേൽഭാഗത്തുള്ള ഭാഗം പോലെ തോന്നുന്ന കാര്യങ്ങളും എല്ലാം തന്നെ പുതുതാണ്. പിന്നെ ഷാർപ്പിൻ ആൻറ്റിനയും ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറും പിന്നെ ഡീഫോഗർ, വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. മോശമല്ലാത്ത ബൂട്ട് സ്പേസ്, ഏതാണ്ട് 350 ലിറ്ററോളം ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 60/40 നമുക്ക് ഫോൾഡ് ചെയ്യാവുന്നതുകൊണ്ട് കൂടുതൽ സ്പേസ് കണ്ടെത്തുകയും ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞതാണ്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് ഒന്ന് കാണുന്നത് നന്നായിരിക്കും. കൂടുതൽ വിശദമായി ഞാൻ ഇതിനെ വർണ്ണിച്ചിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇൻറ്റീരിയർ നമുക്കൊന്ന് ഓടിച്ച് കാണാം. നമ്മൾ കഴിഞ്ഞ തവണ കണ്ട പെട്രോൾ ഓട്ടോമാറ്റിക്കും ഡീസൽ ഓട്ടോമാറ്റിക്കുമായിട്ട് ഫീച്ചേഴ്സിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇൻറ്റീരിയറും ഫീച്ചേഴ്സൊക്കെ ഒരുപോലെ തന്നെയാണ്. ഈ ഫീച്ചേഴ്സ് കൂടണമെങ്കിൽ ഇനിയും കൂടണമെങ്കിൽ നിങ്ങൾക്ക് എൻലൈനിലേക്കാണ് പോകേണ്ടത്. എൻലൈനിൽ ഏതാണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഒരു 5 ഫീച്ചേഴ്സൊക്കെ കൂടുതലുണ്ട്. ക്രോസ് ട്രാഫിക് അലേർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനത്തെ 5 ഫീച്ചേഴ്സ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ബാക്കി 2 ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും ഓട്ടോമാറ്റിക്കിൻ്റെ ടോപ്പ് എൻഡ് മോഡലുകളിൽ ഒരേ തരത്തിലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ഉള്ളത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഭാഗം എന്ന് പറയുന്നത് അല്പം വളഞ്ഞു നിൽക്കുന്ന കേർവ്ഡ് ആയിട്ടുള്ള ഈ ഒരു 12.3 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകളാണ്. അതിൽ 360 ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്.
അത് അതാ വിഷ്വൽ മൊത്തം വേസ്റ്റേ കാണുള്ളൂ ഇവിടെ, ഏത് വിഷ്വൽ എടുത്താലും എന്നുള്ളത് വീണ്ടും സങ്കടകരമായ കാര്യമാണ്. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് കണ്ടോ, ഷേണാസ് തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന പോലെ ഉണ്ട്. അത്രയും വിശാലമായിട്ടുള്ള സ്ക്രീനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാ ഫീച്ചേഴ്സും അതിനടുത്ത് വീണ്ടും ഞാൻ പറയുന്നില്ല, എല്ലാ തരത്തിലുള്ള ഹ്യുണ്ടായുടെ കണക്ടിവിറ്റി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ് കൊടുത്തിരിക്കുന്നു, ഇഷ്ടംപോലെ ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നു, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഡ്രൈവിൻ്റെയും ട്രാക്ഷൻ്റെയും ഒക്കെ സ്വിച്ചുകൾ അതിവിടെ കൊടുത്തിരിക്കുന്നു. വെൻറ്റിലേറ്റഡ് സീറ്റുകൾ പുതുതായിട്ട് വന്നിരിക്കുന്നു, അതിൻ്റെ സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കുണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ്, ഇവിടെയൊക്കെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്, നല്ല ഭംഗിയുള്ള സീറ്റുകളും പിന്നെ നല്ല നിറവും. ഇത് ബ്ലാക്ക് അല്ല കേട്ടോ, ഇതൊരല്പം ബ്ലൂ ആണ്, ഒരു ഡാർക്ക് ബ്ലൂ ആണ്. അതോടൊപ്പം തന്നെ ഈ വൈറ്റോട് വന്നപ്പോഴത്തേക്കും നല്ല രസമായിട്ടുണ്ട്. ഇവിടുത്തെയൊക്കെ വൈറ്റ് നിറവും ഒക്കെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ 8 സ്പീക്കറിൻ്റെ ഒരു ബോസ് മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിംഗിൾ പെയിൻ ഒരു സൺറൂഫ്, ഒരു ഫുൾ എന്താ പറയുക പനോരമയ്ക്ക് അല്ലെന്നേ ഉള്ളൂ, ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തിരിക്കുന്നു. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ നമ്മളിത് ആദ്യമായിട്ട് നമ്മൾ കണ്ടത് ഏറ്റവും പുതിയ അയോണിക് 5-ലാണെങ്കിൽ ആ രീതിയിൽ തന്നെയുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ മോഡ്സ് കോഡിലാണ് ഇപ്പോൾ ഇവിടെ ഹ്യുണ്ടായ് എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഈ ഡീസൽ ഓട്ടോമാറ്റിക് പ്രധാന കാര്യം ഞാൻ ഓടിച്ചപ്പോൾ പറയാൻ വിട്ടുപോയത് ഇതാണ് കേട്ടോ, പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്പോർട്ടിയായ ഡ്രൈവ് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചു പോകാൻ സാധിക്കും. മാനുവലി ഓടിക്കുന്ന പോലെ തന്നെ ക്രൂയിസ് കൺട്രോളും അതുപോലെ തന്നെ മറ്റ് എന്താ പറയുക വോളിയം കൺട്രോളും എല്ലാം കൊടുത്തിരിക്കുന്നു. വളരെ വിശാലമായ സ്ക്രീൻ നമുക്ക് ഈ മുൻഭാഗത്തും കാണാം. പിന്നെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത്തരം കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുത്തിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും വളരെ പക്കയാണ്. വളരെ സന്തോഷം തരുന്നൊരു ഇൻറ്റീരിയർ തന്നെയാണ് നമുക്ക് വിളിക്കേണ്ടത്. പിന്നെ ചെറിയൊരു വാഹനമാണെങ്കിൽ പോലും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ സീറ്റിന് കൊടുത്തിട്ടുണ്ടെന്നുള്ള വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത്ര ഒരു കാര്യങ്ങളിലും ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. നല്ല ഗംഭീരമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഹൈറ്റ് മാത്രം നമ്മൾ മാനുവലി ഉയർത്തണം വേണ്ടോ, അതേ ഉള്ളൂ. ബാക്കി മുന്നിലേക്കും ഒക്കെ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലാണെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റൊരു കാര്യം. അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ ആയാലും ഇതിൻ്റെ വിസിബിലിറ്റി ആയാലും എല്ലാം തന്നെ പക്കയാണ്. അങ്ങനെ വലിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നമുക്ക് സീറ്റിൻ്റെ ഹൈറ്റിൻ്റെ കാര്യത്തിൽ വരുന്നില്ല. അപ്പോൾ പിൻഭാഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ 3 പേർക്ക് സുഖമായിരിക്കാവുന്ന ഒരു അത്ര സുഖകരമായ ഒരു ഷോൾഡർ സ്പേസ് കിട്ടില്ല എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അത് തന്നെയായിരിക്കും ഇതിൻ്റെ പിൻഭാഗത്ത്. എന്തെങ്കിലും പിൻഭാഗത്ത് നിന്നിട്ട് നോക്കാം, എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ പിൻഭാഗത്തിരിക്കുമ്പോൾ 3 പേർക്ക് ഇരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു ഷോൾഡർ സ്പേസിൻ്റെ കാര്യത്തിലാണ്. അഡ്ജസ്റ്റ് ചെയ്തായിരിക്കാൻ സാധിക്കും. പിന്നെ വിശാലമായ ആംറസ്റ്റ്, അതോടൊപ്പം തന്നെ പിന്നിലേക്കും AC വെൻറ്റുകൾ, ഇവിടെയും 2 ചാർജിങ് പോയിൻറ്റുകൾ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, മാനുവലി ഉയർത്താവുന്ന സൺ ബ്ലൈൻഡ്, അതും ഡീസൽ ഓട്ടോമാറ്റിക്കിൽ കൊടുത്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പെട്രോൾ നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത് പെട്രോൾ എല്ലാ കാര്യങ്ങളും കൊടുക്കും. ഡീസൽ എഞ്ചിൻ്റെ ഒരു വികസനത്തിനും R&Dക്കൊക്കെ കൂടുതൽ പൈസയാകുന്നതുകൊണ്ടും ഡീസൽ എഞ്ചിൻ തന്നെ അല്പം കോസ്റ്റ്ലി ആയതുകൊണ്ടും മറ്റു കാര്യങ്ങളൊന്നും ചവിട്ടിപ്പിടിക്കും. മറ്റ് ഫീച്ചേഴ്സിന് ഇതിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഫുൾ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനിൽ എങ്ങനെയൊക്കെ പെട്രോൾ വേരിയൻറ്റിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ ഡീസൽ വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഹ്യുണ്ടായിക്ക് ഒന്ന് കൈയടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്കെന്നാൽ വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ ഇനി ഏറ്റവും പുതിയ ഹ്യുണ്ടായ് വെന്യൂവിൻ്റെ വിലയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടോപ്പ് എൻഡ് ഡീസൽ ഓട്ടോമാറ്റിക് മോഡലിന് 15,69,000 രൂപയാണ് എക്സ്-ഷോറൂം വില എന്ന് പറയുന്നത്. പെട്രോൾ പെട്രോൾ ഓട്ടോമാറ്റിക്കിന് സ്വാഭാവികമായിട്ടും വില കുറവാണല്ലോ. ഇതിനേക്കാൾ ഏതാണ്ട് 1 ലക്ഷം രൂപ കുറവുണ്ട്. 14,74,000 രൂപയാണ് പെട്രോൾ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനുള്ള ഓട്ടോമാറ്റിക്കിൻ്റെ വില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെട്രോളിലെ എൻലൈൻ എന്ന് പറയുന്ന മോഡലിന് 15,40,800 രൂപയുണ്ട്.
അതിനും ഡീസൽ ഓട്ടോമാറ്റിക്കാണ് വില കുറവാണ്. അതിന് ടയർ സൈസ് അല്പം കൂടുതലുണ്ട്, കുറേ സ്പോർട്ട് ചെയ്യണം, അത്തരം മാറ്റങ്ങളൊക്കെയാണ് ഉള്ളത്. എന്തായാലും ഈ ഒരു വാഹനത്തിനടുത്ത് വില കൂടുതലെന്ന് പറയാനാവില്ല. എനിക്ക് തോന്നുന്നു ഈ 15,69,000 രൂപ എന്ന് പറഞ്ഞാൽ 16,60,69,000 17 ലക്ഷം രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് മോഡൽ കിട്ടുമെന്നുള്ളത് മോശം കാര്യമല്ല. ഡീസൽ ഓട്ടോമാറ്റിക് മോഡൽ എന്നുള്ളത് മാത്രമല്ല, ഇതിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ്, ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണെന്നുള്ള അതിൻ്റെ പ്രത്യേകത. തന്നെ വളരെ പ്ലസൻ്റായ ഇൻറ്റീരിയർ ഉണ്ട്, വളരെ മികച്ച ഇൻറ്റീരിയർ ഉണ്ട്, വളരെ ഭംഗിയുള്ള ഇൻറ്റീരിയർ ഉണ്ട്. കൂടാതെ ഒരു പ്രോപ്പർ SUV-യുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന മോഡലാണിത്. എങ്കിൽ പോലും ഞാൻ ഈ വാഹനത്തിൻ്റെ ഓടിച്ച സമയത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ദുഃഖമുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് അത് പാഡിൽ ഷിഫ്റ്റേഴ്സാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഏറ്റവും വലിയ ഹ്യുണ്ടായ് വെന്യൂവിൻ്റെ വിശേഷങ്ങൾ. ഞാൻ എന്തായാലും പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച് ഒന്ന് ഓടിച്ചിട്ട് വരാം, ഒന്ന് പൊളിച്ചോടിച്ചിട്ട് വരാം. പൊളിച്ചെന്ന് വെച്ചാൽ ഡീസൽ ഓട്ടോമാറ്റിക് അങ്ങനെ പൊളിക്കാനൊന്നും പറ്റില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പൊളിക്കുന്നതായിരിക്കും. ശ്യാമ ഡോർ നടച്ചേക്ക്.